ഇപ്പോഴത്തെ മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ MLA ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ ഓർക്കുന്നത്, അർജുനെ ഓർക്കുന്നത്? മാസങ്ങളായി നമ്മൾ അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ എത്തിച്ചേരുകയാണ്. ഒരു നാട് മുഴുവൻ ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇത്രയേറെ ആളുകൾ വൈകാരികമായി സമീപിച്ച ഒരു മരണം വയനാടിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം നമുക്ക് പങ്കുചേരാം. ഓടിയെത്തിയെന്ന് തോന്നുന്നുണ്ട്. ഇത് അർജുൻ്റെ മൃതദേഹത്തിന് അത് മൃതദേഹമല്ല, എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? തീർച്ചയായും കർണാടക ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും വളരെ ആത്മാർത്ഥമായി തന്നെ ഇതിൽ ഇടപെടുകയും ഇരു ഗവൺമെൻറ്റിൻ്റെയും പ്രധാനപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുമൊക്കെ ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഓപ്പറേഷനാണ് നടത്തിയിട്ടുള്ളത്. നമുക്ക് നാട്ടിൽ ഇത്രയും ദിവസങ്ങൾ വെള്ളത്തിനടിയിൽ കിടന്ന ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഇത് അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എങ്കിലും ഒരു നാട് ഒന്നിച്ചു ചേർന്നാൽ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല എന്ന് ഇതിലൂടെ തെളിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലോറി ഉടമ മനാഫിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാതിരുന്നുകൂടാ. സാധാരണഗതിയിൽ ഒരു തൊഴിലാളിയോട് കാണിക്കുന്നതിലുപരി സ്വന്തം സഹോദരനെ പോലെ കണ്ട് തൻ്റെ ഡ്രൈവറായിരുന്ന അർജുന് വേണ്ടി ദിവസങ്ങളോളം രാവും പകലും ഊണും ഉറക്കവും കഴിഞ്ഞ് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആത്മാർത്ഥത നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. മനുഷ്യസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി നമുക്ക് വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ നമ്മളൊന്നിച്ച് ചെയ്യുന്നതുപോലെ തന്നെ ഈ രംഗത്ത് നമുക്കൊക്കെ ഒന്നിച്ച് നിൽക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷകരമാണ്. ദുഃഖത്തിനിടയിലും അത്തരം ചില നല്ല ലക്ഷണങ്ങൾ നമുക്കൊക്കെയും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. നമുക്കിപ്പോൾ കുടുംബത്തോടൊപ്പം നാട്ടുകാരോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരാം. തീർച്ചയായും അഹമ്മദ് ദേവർകോവിൽ MLA സൂചിപ്പിച്ചതുപോലെ മനുഷ്യസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് നമ്മൾ ഷിരൂരിൽ കണ്ടത്, അർജുനായുള്ള പ്രാർത്ഥനകളിൽ കണ്ടത്. നമ്മളത് വയനാട്ടിൽ കണ്ടിരുന്നു. ഇപ്പോഴത്തെ അർജുൻ്റെ മൃതദേഹം പൂളാടിക്കുന്ന് പിന്നിട്ടിട്ടുണ്ട്. ഇനി 2-3 കിലോമീറ്റർ മാത്രമാണ് അർജുന് സ്വന്തം ജന്മനാട്ടിലേക്ക് എത്താനുള്ള നിമിഷങ്ങൾ. ചേതനയേറ്റ ശരീരമായി അർജുൻ എത്തുന്നു. ജൂലൈ ആദ്യവാരം അർജുൻ പോയത് കർണാടകയിൽ. അവിടെ തൻ്റെ ഉപജീവനാർത്ഥം മരത്തടി എടുക്കാൻ വേണ്ടിയിട്ടാണ് അർജുൻ ഭാരത് ബെൻസ് ലോറിയിൽ അങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയാം, അവസാനത് ഈ ദുരന്തമുണ്ടായ ജൂലൈ 16 ശേഷം 75-ാം നാൾ അർജുൻ സ്വന്തം നാട്ടിലേക്ക് തിരികെ വരികയാണ് ചേതനയേറ്റ ശരീരവുമായി.